ഹലോ, നമ്മളിന്ന് അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യണം. ചാപ്റ്ററിൻ്റെ പേര് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്താണ് ബോണസ് ഷെയർസ് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ എന്ന് നോക്കും. പിന്നെ അത് ആർക്കൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ചെയ്യുന്നത്, ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, പിന്നെ കമ്പനീസ് ആക്ടിൽ ബോണസ് ഇഷ്യൂവിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എന്താണ് ബോണസ് ഷെയർസ് എന്നുള്ളത് നോക്കാം. ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന്, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫ്രീ ആയിട്ട് കമ്പനി ഷെയർ കൊടുക്കുക. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം അല്ലേ, നമ്മൾക്ക് ഫ്രീ ഓഫ് ചാർജ് ആയിട്ടൊരു കാര്യം കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ ഷെയർസ് ഫ്രീ ആയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കമ്പനി ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് ബോണസ് ഇഷ്യൂ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടി പറയും, ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്തുകൊണ്ടാണ് ഇതിന് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ എക്സിസ്റ്റിംഗ് ബാലൻസ് ഷീറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ്, റിസർവ് ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്താണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത് അല്ലെങ്കിൽ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. എല്ലാ റിസർവ്സും യൂസ് ചെയ്യാൻ പറ്റില്ല. കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പാകത്തിന് എന്തൊക്കെ റിസർവ്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഫ്രീ റിസർവ്സ് എന്ന് വിളിക്കുക. ഫ്രീ റിസർവ്സ് എന്തൊക്കെയാണോ അതിൽ നിന്ന് മാത്രമേ ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ചെയ്യും, പക്ഷെ കമ്പനിയുടെ നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യില്ല. നെറ്റ് വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. എന്തുകൊണ്ടാണ് നെറ്റ് വർത്ത് ഇൻക്രീസ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്താണ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഷെയർസിൻ്റെ എണ്ണം ബോണസ് ഇഷ്യൂ കഴിയുമ്പോൾ ഷെയർസിൻ്റെ എണ്ണം കൂടും, പക്ഷേ അതിനനുസരിച്ച് അവിടെ കുറവ് വരും, റിസർവ്സ് ആൻഡ് സർപ്ലസിൽ കുറവ് വരും അല്ലേ. അപ്പോൾ നെറ്റ് വർത്ത് കമ്പനിയുടെ ബോണസ് ഇഷ്യൂ കഴിഞ്ഞാലും വ്യത്യാസമൊന്നും വരില്ല. ഇനി നേരത്തെ പറഞ്ഞു ബോണസ് ഷെയർസ് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ്, അതായത് ഓൾറെഡി നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് തരത്തിൽ ഇഷ്യൂ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാം. ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ബോണസ് പക്ഷേ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിന് ഫുള്ളി പെയ്ഡ് ആക്കാം. സപ്പോസ് കമ്പനി 10 രൂപയുടെ ഷെയർ 8 രൂപ കോൾ ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 രൂപ കോൾ ചെയ്യാനുണ്ട്. കമ്പനി പിന്നീട് എപ്പോഴെങ്കിലും ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ കോൾ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത്. കമ്പനി വിചാരിക്കും ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ട, അതിന് പകരം ആ പാർട്ട്ലി കോൾഡ് ബാക്കി കിട്ടാനുള്ള 2 രൂപ അവർ തരാതെ അതിന് പകരം ബോണസായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നില്ലെങ്കിൽ ഫുള്ളി പെയ്ഡ് ഷെയർസ് ഇഷ്യൂ അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. കമ്പനി ബോണസ് ഇഷ്യൂ നടത്തുമ്പോൾ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ഈ റെക്കമെൻഡേഷൻ, അതായത് ബോണസ് ഇഷ്യൂ നടത്താൻ പോകുന്നുണ്ടെന്ന് കമ്പനിയുടെ ജനറൽ മീറ്റിംഗിൽ ഒരു റെക്കമെൻഡേഷൻ വയ്ക്കും. ഈ റെക്കമെൻഡേഷൻ ഷെയർ ഹോൾഡേഴ്സ് ആണല്ലോ ഓണേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം. ഓണേഴ്സിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ബോണസ് ഇഷ്യൂ നടത്തിയിരിക്കണം. ഇനി ഏതൊക്കെ സർക്കംസ്റ്റാൻസിലാണ് അല്ലെങ്കിൽ സാഹചര്യങ്ങളിലാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്? കമ്പനിയുടെ കയ്യിൽ വലിയ എമൗണ്ടിന് റിസർവ്സ് അല്ലെങ്കിൽ സർപ്ലസ് ബാലൻസ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് ബോണസ് ഇഷ്യൂ നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ കമ്പനി ക്യാഷ് ഇഷ്യൂ അല്ലെങ്കിൽ ക്യാഷ് ബോണസ് നടത്താനുള്ള പൊസിഷനിലല്ല കമ്പനിയുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ കമ്പനിയുടെ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ കമ്പനിയുടെ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കൂടുതലാണ്. വേറൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഹയർ റേറ്റ് ഓഫ് ഡിവിഡൻഡ് കൊടുക്കുക എന്നുള്ള അഡ്വൈസബിൾ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് 40% ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത വർഷവും ഷെയർ ഹോൾഡേഴ്സ് എന്ത് എക്സ്പെക്ട് ചെയ്യും? 40% അല്ലെങ്കിൽ അതിന് മുകളിൽ ഡിവിഡൻഡ് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂവിനേക്കാൾ കൂടുതലാണ്. ഈ 5 സർക്കംസ്റ്റാൻസിലാണ് ബോണസ് ഇഷ്യൂ നടത്തുന്നത്. ഇനി കമ്പനീസ് ആക്ട് 2013 ബോണസ് ഇഷ്യൂവിനെ പറ്റി എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്? സെക്ഷൻ 63 ആണ് പ്രൊവിഷൻസ് ഓഫ് ബോണസ് ഇഷ്യൂവിനെ പറ്റി പറയുന്നത്. അതായത് സെക്ഷൻ 63 ഓഫ് കമ്പനീസ് ആക്ട് 2013. സെക്ഷൻ 63 സബ്സെക്ഷൻ 1 വരെ എങ്ങനെയൊക്കെ ബോണസ് ഇഷ്യൂ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനിക്ക് ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കാം. എവിടെ നിന്ന്? അതിൻ്റെ ഫ്രീ റിസർവ്സ് എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കാം. അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റലൈസ് ചെയ്ത് ബോണസ് ഇഷ്യൂ നടത്താം. അല്ലാന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബോണസ് ഇഷ്യൂ നടത്താം. ഈ ഫ്രീ റിസർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രകാരം ഡിവിഡൻ്റ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഏതൊക്കെ ഫണ്ട് അവൈലബിൾ ആണെങ്കിലും എമൗണ്ട് ഉണ്ടോ അതൊക്കെ ഫ്രീ റിസർവ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഇനി ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യാനുള്ള റീവാലുവേഷൻ, അസറ്റിൻ്റെ റീവാലുവേഷൻ കൊണ്ടുണ്ടാകുന്ന ക്യാപിറ്റൽ റിസർവിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ബോണസ് ഇഷ്യൂ നടത്താൻ പാടില്ല.
ഇനി എന്തൊക്കെയാണ് ഫ്രീ റിസർവ്സ് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫ്രീ റിസർവ്സ് എന്ന് പറയുന്നത് സർപ്ലസ് അക്കൗണ്ട് വരും, ജനറൽ റിസർവ് വരും, ഡിവിഡൻഡ് ഈക്വലൈസേഷൻ റിസർവ് വരും, ക്യാപിറ്റൽ റിസർവ് അറൈസിങ് ഫ്രം പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് റിസീവ്ഡ് ഇൻ ക്യാഷ്. ക്യാപിറ്റൽ റിസർവ് എവിടെ നിന്ന് റൈസ് ചെയ്ത ക്യാപിറ്റൽ റിസർവ്? പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, അതും ക്യാഷിൽ തന്നെ റിസീവ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, എല്ലാ ഡിബഞ്ചറും റിഡീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിസർവ്. അത് പ്രോഫിറ്റിൽ നിന്ന് റിഡീം ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിലെന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് യൂട്ടിലൈസ് ചെയ്യാം. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് കളക്റ്റഡ് ഇൻ ക്യാഷ്. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്ത എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും എന്ത് ചെയ്യാം? ബോണസ് ഇഷ്യൂ നടത്താം. ഇനി സെക്ഷൻ 63 സബ്സെക്ഷൻ 2 പറഞ്ഞേക്കുന്നത് എന്താ? കമ്പനീസ് ആക്ടിൻ്റെ ഒരു കമ്പനിയും ബോണസ് ഇഷ്യൂ താഴെ പറയുന്ന 5 കണ്ടീഷൻസ് മീറ്റ് ചെയ്യാതെ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അതായത് സെക്ഷൻ 63 സബ്സെക്ഷൻ 2 പറയുന്ന താഴെ പറയുന്ന 5 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യാതെ ബോണസ് ഇഷ്യൂ നടത്താൻ പാടില്ല. എന്തൊക്കെ 5 കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾസ് അതോറൈസ് ചെയ്യണം. ആർട്ടിക്കിൾസ് അതോറൈസ് ചെയ്യാതെ ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. രണ്ടാമത്തത് ബോർഡിൻ്റെ റെക്കമെൻഡേഷൻ ജനറൽ മീറ്റിങ്ങിന് മുമ്പാകെ വെക്കണം. ജനറൽ മീറ്റിങ്ങിൽ ഷെയർ ഹോൾഡേഴ്സ് അത് അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ബോണസ് ഇഷ്യൂ നടത്താൻ പാടുള്ളൂ. മൂന്നാമത്തെ കണ്ടീഷൻ എന്തെങ്കിലും ഫിക്സ്ഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഡെറ്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ് ഒക്കെ വരും, ലോങ് ടേം ലോൺസ് ഒക്കെ വരും. ഇതിൻ്റെ എന്തെങ്കിലും പ്രിൻസിപ്പളോ ഇൻട്രസ്റ്റോ പേയ്മെൻറ്റ് നടത്താൻ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് ഡ്യൂ ആയിട്ടും പേ ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല? ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ, നാലാമത്തെ കണ്ടീഷനാണ്. എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂ, അതായത് നിയമപരമായിട്ട് കൊടുക്കാനുള്ള എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടില്ല. സപ്പോസ് കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്തെങ്കിലുമൊക്കെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഡ്യൂസ് കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആക്കാതെ ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റില്ല. അപ്പോൾ ഈ 5 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബോണസ് ഇഷ്യൂ നടത്താൻ പറ്റുള്ളൂ. ഇനി സെക്ഷൻ 63 സബ്സെക്ഷൻ 3 കമ്പനീസ് ആക്ടിൻ്റെ എന്താ പറയുന്നത്? ഡിവിഡൻറ്റിന് പകരം ഒരിക്കലും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. ഡിവിഡൻ്റ് ആയിട്ടായിരിക്കണം. ഡിവിഡൻറ്റിന് പകരമായിട്ട് ഒരിക്കലും ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ പാടില്ല. അപ്പോൾ സെക്ഷൻ 63 ആണ് ബോണസ് ഇഷ്യൂവിനെ ഗവേൺ ചെയ്യുന്ന കമ്പനീസ് ആക്ടിലെ സെക്ഷൻ. സെക്ഷൻ 63(1), 63 സബ്സെക്ഷൻ 2, 63 സബ്സെക്ഷൻ 3, 3 സെക്ഷൻ. ഇനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് 2 വിധത്തിലാണ്. ഒന്നാമത്തെ വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ഫുള്ളി പെയ്ഡ് ആക്കണം. ബോണസ് യൂട്ടിലൈസ് ചെയ്യുന്നത് പാർട്ട്ലി പെയ്ഡ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ്, അതായത് 8 രൂപ കോൾ ചെയ്തിട്ടുള്ളൂ, 2 രൂപ പിന്നീട് കോൾ ചെയ്യാമെന്ന് വിചാരിച്ചു, പിന്നെ കമ്പനി വിചാരിച്ചു 2 രൂപ കോൾ ചെയ്യേണ്ടത് ബോണസായിട്ട് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ജനറൽ എൻട്രി? അപ്പോൾ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ഓർ ജനറൽ റിസർവ്, ഏത് അക്കൗണ്ടാണോ, ഏത് ഫ്രീ റിസർവോ സർപ്ലസ് ആണോ യൂട്ടിലൈസ് ചെയ്യുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ സർപ്ലസ് അക്കൗണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ, ജനറൽ റിസർവ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്തെങ്കിലുമാണെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബോണസ് കൊടുക്കാനായിട്ടുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് എവിടെ നിന്നാണ്? സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ജനറൽ റിസർവിൽ നിന്ന് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതിൻ്റെ എൻട്രിയാണ് സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ or general reserve account debtor or capital profit account debtor to bonus to shareholders. ഇനി പാർട്ട്ലി പെയ്ഡ് ഷെയർസ് ആണ്, അതിനെ ഫുള്ളി പെയ്ഡ് ആക്കണം അല്ലേ? അപ്പോൾ ആദ്യം ഡ്യൂ എൻട്രി കാണിക്കണം. എന്താ ഡ്യൂ എൻട്രി? നിങ്ങൾ ക്യാപിറ്റലിൻ്റെ ഇത് പഠിച്ചപ്പോൾ ഷെയർ ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിച്ചു. ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ഇത് ഡ്യൂ എൻട്രി. ഇനി ബോണസ് ആയിട്ട് ഇഷ്യൂ ആണ്. നമുക്ക് ഇവിടെ ക്യാഷ് ആയിട്ട് നമ്മൾ മറ്റേതിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്നൊക്കെയാണ് പഠിച്ചല്ലേ. ഇവിടെ ഫ്രീ ഓഫ് ചാർജാണ് കൊടുക്കുന്നത്. ബാങ്ക് വഴി ക്യാഷ് ഒന്നും കിട്ടില്ല, ഫ്രീ ആയിട്ട് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ എന്താ കൊടുക്കുന്നത്? ആദ്യം എമൗണ്ട് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ അല്ലേ? അതായത് പ്രോഫിറ്റും റിസർവും ക്യാപിറ്റലൈസ് ചെയ്ത് ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഷെയർ ഫൈനൽ കോൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ എൻട്രി ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. ഇതാണ് പാർട്ട്ലി പെയ്ഡ് അപ്പ് ഷെയർസിനെ ഫുള്ളി പെയ്ഡ് ആയിട്ട് ബോണസ് യൂട്ടിലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ജനറൽ എൻട്രി, ആദ്യത്തെ എൻട്രി മുന്നത്തെ ഇതിലെ പോലെ തന്നെ, അതായത് ഏത് റിസർവിൽ നിന്നാണോ യൂട്ടിലൈസ് ചെയ്യുക അതിനെ ഡെബിറ്റ് ചെയ്യുക, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സിനെ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ ഓർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ഓർ ക്യാപിറ്റൽ പ്രോഫിറ്റ് അക്കൗണ്ട് ഡെറ്റർ ഓർ എനി അതർ ഫ്രീ റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ. ഫുള്ളി പെയ്ഡ് ബോണസ് ഷെയർസ് ഇഷ്യൂ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ എൻട്രി.
ഇതാണ് ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കമ്പനീസ് ആക്ടിലെ പ്രൊവിഷൻസും ഒക്കെ. ഇനി നമുക്ക് അടുത്ത സെഷനിൽ ഇല്ലസ്ട്രേഷൻസ് ചെയ്യാം. ഈ ജേർണൽ എൻട്രി തറവായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം.